ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ. നമ്മുടെ സാഞ്ചേട്ടൻ മലയാള ഭാഷയിൽ വലത്തു നിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചേട്ടൻ. ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ്. ഇവർ കേൾക്കാൻ തയ്യാറാണ്. ಗೆರನಾನು ವಿಯಾನ ಚಲೋವಿ ರೇಲದಿ ಮಾಯಾನ ದಹಿಮೋ ಲೇ ಮೇಟಿ ಬಕುಲ್ನಿ ನೋಂದ್ರಜೋ ಕಡಂದಿ ഇളനായി നമ്മ ഇങ്ങര ഇളതാൻ കടന്തി. പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് കൈയടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്പീഡുള്ള അണ്ണാറ കണ്ണാവ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ ഇണ്ടവാവു ഇൽമേവാരു ഓണക്കൽ തന്നാര പുതാത ലങ്ങേന എന്റെ വിഷുപാലു പിള്ളവ ഇഞ്ഞാണ് ഞപ്പിക്കാത്തിനേന ലൂരിക്കാം ഞാൻ നമ്നോ പോ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച. അണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചന്നണ്ടാക്കോ. താങ്ക് യു. ഇനി ഒരു 2 നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. സാഞ്ചേട്ടൻ കഥാപാത്രമായി മാറുന്നു. പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ നാളെ വാരി വെക്കുമ്പോൾ അറിയാതെ 1 2 ഡേഷനാണെന്ന്. എനിക്കിവിടെ ഇരിക്കാനായിട്ട്. നീ ഇരുന്നോ, പക്ഷെ ഇരുന്നണം കുടിക്കരുത്, നനഞ്ഞണം മാന്തരുത്, തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ചെവി തിന്നത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ല. പഴവും പപ്പടവും പായസവും അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കടക്കോളം നാരായണൻ, പാലം കടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാണോ? ഒരു വെടിക്ക് 2 പക്ഷി. 2 കല്യാണം കഴിച്ചോ? എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം 2 പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും വിക്കര പച്ചയെന്ന് തോന്നും, ഇക്കരെ നിൽക്കുമ്പോ എനിക്ക് അക്കരെ പച്ചയെന്ന്. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്ത് പറയും? 2 വഞ്ചി കാലി ഓട്ടരുതെന്ന് പറയും. കളസം കീറിപ്പോലെ. കളസം മാത്രമല്ല, പുതിയ ബെർമുട ഉൾപ്പെടെ കീറിപ്പോ. എന്താ ചേട്ടാ ഈ ഭാര്യമാരുടെ പേരൊക്കെ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. മനസ്സിലായില്ല. ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ചേച്ചി എങ്ങനെയാള്? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുള്ളടാ. അയ്യോ, ഒന്ന് ഞാൻ കേട്ടത് പാവാന്നാണല്ലോ. വണ്ടിയോട് എടുക്കണം, മാങ്ങാട പുളി അറിയണം. അപ്പൊ ചേട്ടൻ അടുത്തിട്ടുണ്ടല്ലേ. ഈ ശ്രീദേവി ചേച്ചിയെ പുറത്ത് കാണുന്നില്ലല്ലോ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ. പാവപ്പെട്ടവൻ നേരം കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട്. ഒന്ന് വിളിക്കട്ടെ, പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത്? പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കൂ. ചേട്ടൻ അത്ര വലിയ അണ്ണാനാന്നൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു, പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞമരത്തിലല്ലേടാ ഓടിക്കയറാൻ പറ്റുമോ? ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങുകയറ്റ, അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? തടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ്, പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ. നിനക്ക് അച്ഛനുണ്ടാ? പിന്നെ അമ്മ 4 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ? നിന്റെ അച്ഛനും എന്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലേ അങ്ങനെയാടാ. എന്താ? ദുഷ്ടന്മാരെ ദൈവം പല പോലെ. ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടന്റെ മകന്റെ അടുത്ത് ദുബായിക്ക് പോയിട്ട് എന്തുവായി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. ചേട്ടന്റെ മകനായോണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവനില്ല. മത്ത കുത്തിയ കുമ്പളം മുളക്കും. ആ ചേട്ടനോടില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം വരുമോടാ ഉപ്പിലിട്ടത്. മുഖച്ചായ എങ്കിലും കിട്ടണ്ടേ? മുഖം നന്നാത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താടാ? ഇങ്ങനെയാണ് മക്കളെയും പട്ടീനെയൊന്നും വളർത്തരുത്. പുറത്ത് വെക്കണ പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചില്ല, കടിച്ചില്ല. വർഗസിനെ കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ല കല്യാണം വിളിക്കാൻ വന്ന എന്നെ പട്ടി അടിച്ചേനെ. നീ നശിക്കാൻ തീരുമാനിച്ച ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസംബറിൽ തണുപ്പല്ലേ. വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി. നിന്നെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന. സത്യം മുഖം കണ്ട് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഓ വിശേഷ എവിടുന്ന് ബഹളം വെക്കരുത്. ദൈവമേ, അതൊക്കെ ഫീൽഡാണ്. ആൾക്കാർ മാറി നിൽക്കാൻ പറ. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കാൻ ദൈവമേ? രാവിലെ തൊട്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കും. ഒരു ഒറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ ഒരു പൃഥ്വിരാജിനെ പോലത്തെ ആള് വന്നിട്ടുണ്ട് ഇവിടെ. ആരെ? പൃഥ്വിരാജിന്റെ പോലത്തെ ആള്. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ? എന്റെ ദൈവമേ, പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള് കയറ്റി വിടറോ പടപണ്ടാരത്തിന് ഇങ്ങോട്ട്? എടോ കടന്ന് ചെല്ലടോ. ഇതാണാടാ പൃഥ്വിരാജ്? ഇതൊരുമാതിരി വൃത്തികെട്ട രാജാണല്ലേടാ. ഇതെങ്ങാനും കടിക്കുക.
ഇതെന്താണ് തലമുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്ത് വല്ല കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്താണ് നിന്റെ പ്യാര്? സാബു. സാ? കഴിഞ്ഞിട്ടുള്ള ബൂ. ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? പാട്ട് പാടും. പാട്ട് പാടും. ഒരു പാട്ടുകാരനെ തപ്പി അടക്കായിരുന്നു ഞാൻ. ഏത് ടൈപ്പുള്ള പാട്ടാണ്? പോപ്പാണ്, റോക്കാണ്, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെ പാടാറുള്ളൂ. ഷോ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോണത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ ഒക്കെ നടക്കുന്നത്. അയൽക്കൂട്ടം. അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ട് സാറിന് ശില്പിക്കുക. ഓക്കെ, അയൽക്കൂട്ടം സൂപ്പർ സിറ്റുവേഷൻ. മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം. ഒലക്കേം കൊണ്ടോടി വാ ശാന്തേവാ, ശാന്തേവാ, ശാന്തേവാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്നെ സമ്മതിക്കണം. സ്വന്തമായിട്ട് കഴിവുകൾ വേണം, അതുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ? ഞാനല്ലേ? നീയാണോ? ആ. എങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് പണയം വെക്കാൻ കൊണ്ടു ചെന്ന്, അപ്പൊ അവിടുത്തെ കാര്യം പുള്ളി ഉരച്ചു നോക്കിട്ട് പറയാണ്, ഇത് മുക്കുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്നും പറഞ്ഞ ഒറ്റ. അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചു. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മൽ ദേ എന്ന് പറയുമ്പോൾ ശിങ്കാരിമേളത്തിന് താളം കിട്ടണത്. സാറൊന്ന് പറഞ്ഞു നോക്കി. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മൽ ദേ അങ്ങനെ പറഞ്ഞാൽ കിട്ടൂല, ഇതുപോലെ പറയണം. എങ്ങനെ? നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും ദേ, 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 നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മൽ ജിമിക്കും കമ്മൽ ദേ 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 ദേ. അപ്പൊ ശിങ്കാരിമേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ദേ എന്ന് പറഞ്ഞാൽ മതിയല്ലേ? സാറിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്ന് പറഞ്ഞാലും കിട്ടും. നിന്റെ അമ്മായിയമ്മയുടെ പറഞ്ഞാലും കിട്ടും കേട്ടോ. എടാ, ഇതല്ല, ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത്. ഡയലോഗ് പ്രസവേഷൻ, ഡയലോഗ് പ്രസന്റേഷൻ, ഡയലോഗ് പ്രസന്റേഷൻ. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും, അതിന്റെ ഭാവത്തിലും തീവ്രതയിലും നീ തിരിച്ചിങ്ങോട്ട് പറയും. അതിൽ സൂപ്പറായിട്ട് ഞാൻ പറയും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി ഈ പച്ചമ്പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഹോ, കണ്ടേ പറയില്ല കേട്ടാ. പാൻറ് ഷർട്ട് ഷൂസ് ഒക്കെ ഉണ്ട്, പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്ന് ആരും പറയും. ഇത് സിനിമയിലെ ഡയലോഗാണിത്. ആണാ? മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റ തന്ന് വളർത്തിയില്ലോ. എടാ, ഇത് സിനിമയുടെ ഡയലോഗാണിത്. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടവാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവ, 9 വയസ്സുള്ള വാവ. മെനകെട്ടവന് ഇത് സിനിമയിലെ ഡയലോഗാണിത്. അപ്പന്റെ ശവം കഴുമരത്തിൽ നിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീ നീളത്തിൽ ഞൊളയ്ക്കുവാ തിരുമേനി പുഴുക്കള്. ഞൊളക്കിയ പുഴുക്കളെന്ന്. അത് തന്നെ, ആ പുഴു എന്ന് പറഞ്ഞ പോകുന്ന ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിന് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം. പൊക്കോണം. പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാൻ. ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല, അപ്പഴാ പുഴുവിന്. എടാ, പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിനെ എടുത്തു പറയണം. അത് ഞാൻ ഏറ്റു. ഓക്കേ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി. അടിപൊളി, സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് 9 പുഴു. എങ്ങനെയുണ്ടാ പുഴു? ഓടാ പുഴു. എടോ, ഇവനല്ലടോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് നല്ല തലയെടുപ്പുള്ളൊരു വില്ലനെ വേണം. സാറേ, ഒരു വലിയൊരു ആള് വന്നിട്ടുണ്ട്. ആണോ? ആ. കേട്ടിവിടെ ആ പടവണ്ടാരത്തിന്. സാറ് അവന്റെ പേര് കേട്ട ഞെട്ടും. ആണോ? ആ. വിടവനെ ഇങ്ങോട്ട്. ഏതാണ് ഈ വൈക്കോലും വണ്ടി? നീങ്ങി. എന്തെന്നാണ് നിന്റെ പേര്? ഷിബു PP 8B ബ്ലൂ ഹൗസ്. ഞെട്ടാൻ പറ്റിയൊരു പേര്. കൊള്ളാം. ഈ സിനിമയില് വില്ലൻ നീ, അവനാണ് നായകൻ. ഞാൻ ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണ. കോക്കാച്ചി. കോക്കാച്ചിനെ മാക്കാനെ കണ്ട തിരിച്ചറിയാൻ മേലേടാ. ഇവൻ വില്ലൻ, നീ നായകൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകനും നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. നായകനെ നായകൻ കാറിക്കൊണ്ട് പോകണം. കാറിക്കൊണ്ട് വന്നല്ല, നായകൻ നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. വില്ലൻ ആ കാറിന് കുറുകനെ ചാടി വീഴുന്നു. കുറുകനെ. ഓക്കെ, നമുക്ക് ടേക്ക് നോക്കാം. ടേക്ക് നമ്പർ 2, സീൻ നമ്പർ 67. റെഡി, ആക്ഷൻ. ഓക്കെ, വില്ലൻ കുറുകനെ ചാടുന്നു. കുറുക്കൻ കൂവിക്കൊണ്ട് വണ്ടി കടി പോയതാ. കുറുക്കനെ കൊണ്ട് ചാടാനല്ല, വില്ലൻ കാറിന് വട്ടം ചാടി വീഴുന്നു.
പിന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ കാറിന്റെ സൈഡിൽ മാറുന്ന ഡയലോഗ് പറഞ്ഞാ ആ പറയാം. ആരാടാ നീ? ഷിബു പിപി 8B അത് നിന്റെ പേര്. ആ. നീ ചോദിക്കണം ആരാടാ നീ? ആരൻ നിനക്കടെ വേണ്ട ഒറ്റയടിക്ക് മുട്ടുകാലി ഒന്നുകളെ എന്നോടല്ല, നീ അവനോട് ചോദിക്കണം ആരാടാ നീ. വേടോ നല്ല രസമുണ്ട്, ഇണചേരാൻ പറ്റിയ വകുപ്പ്. സാബു. എടാ അത് നിന്റെ പേര്, നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം. ഇവിടെ ക്യാരറ്റ് തിന്നാൻ ഞാൻ മുയലാണോ? എടാ മൊയിലല്ല, നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം. ഞാൻ പാത്രത്തിന്റെ പേര് പറയണോ? എടാ പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറയണ പോലത്തെ ഒരു പ്യാര്. ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട്. വേറെ പേര്? അത് ഞാൻ കലക്കും. കറക്റ്റായിട്ട് പറഞ്ഞോളാം, കേട്ട് പഠിച്ചോളണം. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഒന്ന് ഞെട്ടി ഞെട്ടി. ഈ പറഞ്ഞ സാധനം ഞാനോ? ഇത്രയും വലുതോ? ഒന്നിട്ട് പറഞ്ഞേ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. വരണ്ടായിരുന്നു. അങ്ങനെ പറയരുത്, നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഞാൻ ആ. കോതമംഗലത്ത് പോകാൻ റെഡി. എടാ കോതമംഗലത്ത് മുമ്പെങ്കിലും പോണ കാര്യമല്ല, ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. സാറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഇത് വേണ്ട, നമുക്ക് വേറെ കളി കളിക്കാം. ഇത് ഷൂട്ടിംഗ് ആണ്. നിന്റെ സാബു എന്നുള്ള പേര് മതി. അത് മതി സാറേ. മറ്റത് പറയുമ്പോ ചെറിയൊരു ശ്വാസം മുട്ട് വന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. ആ. നിനക്ക് ഇങ്ങനെ പറയാവോ? എങ്ങനെ? ഞാൻ ഏതാണ്ട് കണ്ട ഷാട്ടി. ഇതും വേണ്ട. വേണ്ടേ? ഇനി നിന്റെ ഡയലോഗ്. എന്റെയാണോ? നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ? നിനക്ക് പരിപ്പോട വേണോ അതോ പിണ്ണാക്ക് വേണോ? പൊറോട്ട മതിടാ. അവന് പുറത്തിറച്ചി മതി. അയ്യോ ഇതൊന്നും വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. ആ. കടക്ക് പുറത്ത്. കടക്ക് പുറക്ക്. ഞാൻ പറയണ കേട്ട അക്ഷരസ്ഫുടതയോട് പറ. ആ. കടപ്പുറത്ത്. അല്ല കടക്ക് പുറത്ത്. ഇതൊന്നും വേണ്ട. ആ. ഇവിടെ അടുത്ത ഡയലോഗ്. ആ. അതായത് നിന്റെ ഡയലോഗ്. എന്റെയാണോ? എന്താ നിനക്കൊരു കുണ്ഠിത ഭാവം? അത് വേണ്ട. അത് വേണ്ട, ഇല്ല കുറവാ. അതാണ്. ഇനി നിന്റെ ഡയലോഗ്. നീ പോയി കിടന്നുറങ്ങ്. ഓക്കെ. എവിടെ പോണ് പറയുമ്പോ പറയും. എന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് എടാ നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും നിന്റെ ഡയലോഗാണ്. നീ ഇവരോട് പറയണം നീ പോയി കിടന്ന് ഉറങ്ങ്. നീ പോയി കിടന്ന് ഉറങ്ങ്. ഓക്കേടാ. ആ മുടിയെ കൂട്ടി പല്ലൊക്കെ തെച്ച് പോയി കിടന്ന് ഉറങ്ങണം. ഇത് ഡയലോഗാണ്, കുറച്ച് കട്ടിക്ക് പറ. നീ പോയി കട്ടിക്ക് കിടന്നുറങ്ങ്. എടാ കുറച്ച് ഭാവത്തിൽ പറയാൻ. നീ പോയി ഭാവത്തിൽ കിടന്നുറങ്ങ്. എടാ അങ്ങനെയല്ല, കുറച്ച് വികാര പരവശനായിട്ട് പറ. വികാരം. ഉറങ്ങാൻ. ഒരു വികാരം കൊള്ളിക്കാനായിട്ട്. എടാ ഇത് വേണ്ട, ഡയലോഗായിട്ട് പറ. നീ പോയി കിടന്നുറങ്ങ്. നീ പോയി കിടന്നുറങ്ങ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങും. പിന്നെയും പണി കിട്ടി. ഇതെന്റെ നാക്ക് കെട്ടുപണിഞ്ഞ് ഞാൻ ചാകാനുള്ള പരിപാടി. എടാ നിന്റെ ഡയലോഗാണ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങുമ്പോ ബ്ലം 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 ബ്ലം. എടാ നിന്നോട് ഇത് പറയാൻ പറഞ്ഞതല്ല. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഒരു മെഴുകുതിരി എത്തിച്ചാ പോരെ. എടാ, സീറോ ബൾബ് മതിയെന്ന്. എടാ ഇതൊന്നും വേണ്ട. ഷൂട്ടിംഗ് ഇവിടെ വെച്ച് പാക്കപ്പ് ആണ്. പാക്കപ്പ് രണ്ടുപേർക്കും അവസരമില്ല. അവസരമില്ലേ? ഇല്ല. അയ്യോ സാർ അങ്ങനെ പറയാ. പാക്കപ്പ് പറഞ്ഞാ പാക്കപ്പ്. സാറേ അങ്ങനെ പറയാ. പാക്കപ്പ് പോടാ അവിടുന്ന്. പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ്. സേതുരാമയ്യരും ടു ഹരിഹർണകറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. മറ്റാരുമല്ല, ചെമ്മീനിലെ പരീക്കുട്ടി. പരീക്കുട്ടി ഈസ് റീലോഡഡ്. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എൻ്റെ ഈശ്വര രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. ഡാഡി മമ്മി വീട്ടിലില്ല, കടപ്പോണ യാരുമില്ല, വിളയാട് പോമാവുള്ള വില്ലാടാ.
മമ്മി ഡാഡി മമ്മി ഈശ്വര, എന്റെ കൊച്ചുമുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതെല്ലാം പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് റീലോഡഡ്. കൊച്ചുമുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കരുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാൽ ഇട്ട പാൻറ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചുമുതലാളി. അല്ല, കൊച്ചുമുതലാളി. കരുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കരുത്തമ്മേ, എന്റെ കൊച്ചു മുതലാളി. ഈ വിളി കാരണമാണ് ഞാൻ വണ്ണം വയ്ക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കരുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്ന് നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്ങനെയുണ്ട് എൻ്റെ ഈ പുതിയ സ്റ്റൈൽ? കരുത്തമ്മേ, അവിടെ നിൽക്കൂ. വേണ്ട കൊച്ചു എങ്ങോട്ടാണ് ഓടുന്നത്? വേണ്ട കൊച്ചു മുതലാളി. ഞാനല്ലേ വിളിക്കുന്നത്? അയ്യോ, കരുത്തമ്മേ, ആരെങ്കിലും- ഇങ്ങ് അടുത്ത് വരൂ. വാ, വണ്ടിക്കാശ് മുതലാക്കട്ടെ. വേണ്ട കൊച്ചു മുതലാളി. വരാൻ. വേണ്ട കരുത്തമ്മ. അരുത് മുതലാളി, അരുത്. ആരെങ്കിലും വരുന്നതിനു മുമ്പ് എന്നെ ഒന്നും ചെയ്യാതെ പോകരുതേ. അയ്യോ അമ്മ. പേടിക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി? ഏത് കാര്യം? എന്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ? കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ? ഗൂഗിൾ എർത്തിൽ കയറി സെർച്ച് ചെയ്താൽ കടലിന്റെ ഏത് ഭാഗത്താണ് മീനുള്ളതെന്ന് കൃത്യമായി അറിയാം. യൂട്യൂബും ഇന്റർനെറ്റും എല്ലാം എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും. അത് ഞാൻ നോക്കിക്കൊള്ളാം. യൂട്യൂബോ? അല്ല, അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന്. കരുത്തമ്മേ, നിനക്കറിയാമോ, എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക മാന്ദ്യമാണ്. എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികളുണ്ടായല്ലോ. ഛേ, ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക മാന്ദ്യമാണ്. പണം ഞാൻ തരാം, പകരം എനിക്കെന്ത് തരും? എന്തും. കരുത്തമ്മ, ഇന്നാ എൻ്റെ ATM കാർഡ്. ഇതിന്റെ പിന്ന്. വേണ്ട, എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്ന് ഞാൻ എടുത്തോളാം. എങ്കിൽ ഞാൻ സഹായിക്കാം. എന്നെ വിട്ടു മുതലാളി, ഞാൻ പോട്ടെ. വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ? പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നിന്റെ സ്വഭാവം ആകെ മാറി. പക്ഷെ ഒന്നും മറക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മുതലാളി, എന്നെ ശപിക്കരുത്. എൻ്റെ അച്ഛൻ മറ്റൊരാളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. സോറി ആസീസ് മുതലാളി, സോറി. സോറി മോളെ. ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. ആട്ടെ, എന്താണ് അവന്റെ പേര്? പഴനി. ഓഹോ, പഴനി.
അവന്റെ ചേട്ടൻ മധുരയെയും തിരുപ്പതിയെയും ഞാൻ അറിയും. നിനക്കവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൂടെ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും അതിനേക്കാളേറെ പണവും തന്നു. പണവും സ്നേഹവും ഒക്കെ ഞാനും തന്നില്ലേ? നിങ്ങൾ എനിക്ക് അത് മാത്രമേ തന്നുള്ളൂ, പക്ഷേ പഴനി എനിക്ക് മറ്റു പലതും തന്നു. എന്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എന്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് കൊച്ചു മുതലാളി. പിഴച്ചമ്മേ, അല്ല കറുത്തമ്മേ, 21 വർഷങ്ങൾക്ക് ശേഷം റീലോഡഡായി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അയ്യോ, അങ്ങനെ പറയരുത് കൊച്ചു മുതലാളി. അങ്ങിപ്പോൾ പഴയ മനുഷ്യനല്ല, പരിയക്കുട്ടീസ് റീലോഡഡ്. അത് കയ്യിലിരിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റി പുതിയൊരു പേരിട്ടു. എന്തു പേര്? കറുത്തമ്മായീസ്. 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 കറുത്തമ്മായീസ് ഫ്രീ ലോഡഡ്. എന്ത് പറഞ്ഞത് മനസ്സിലായില്ലേ? കറുത്തമ്മായീസ് ഫ്രീ ലോഡഡ് എന്ന്. മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല. അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി, അതുപോലെ തന്നെ രസികരാജയുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം. സ്വാഗതം ചെയ്യാം. ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ്. ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ. എൻ്റെ പൊന്നു സാറുമാർ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, അറിയാണ്ട് ചെയ്തു പോയതാണ് മാനെ. കോമാളി കരഞ്ഞാ ജനം ചിരിക്കും. ബാവുമോനെ, എൻ്റെ നമ്പർ എപ്പോൾ വരും മോനെ? അടുത്തായിട്ട് സതീഷ് ഒളേരി. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചു പ്രേമൻ. അയ്യാ, എനിക്ക് ഈ പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ചക്രത്തിൻ്റെ കള്ളും പുറച്ചിയും കോഴിയും പേടിക്കുക എന്ന ജപ്തിലെന്ന് കരുതിയിടൂ. ഇടു മതിരാശി പിടിക്കിടൂ, ഇടു പെണ്ണിന് പിടിക്ക് തൊട്ടില്ല തൊട്ട്. അയ്യാ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഏത് നടിയാണ്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ. എന്നോട് ഒത്തിരി ഇംഗ്ലീഷ് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയും ഇങ്ങനെ പറയോ? എടാ ദിലീപേ, പഠിക്കുന്ന കാലത്തും അതേടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ PDC റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഞാൻ തോറ്റു. അതെങ്ങനെ? 24 മണിക്കൂറും പഠിപ്പ്. മേഘനാഥൻ. മേഘനാഥൻ മലയാള സിനിമയിലെ അതുല്യനായ നടൻ ബാലൻ കെ നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻ. അവന്റെ പോലീസുകൾ എത്ര നന്നല്ല, വെട്ടി തുണ്ടാക്കി പുല്ലിനും ചോലിനും മേലെ തിന്നാനായിട്ട് കൊടുക്കും. ഇത് പുലിമുറ്റി തലക്ഷ പറയുന്നേ. പൊക്കോ. താങ്ക് യു സുഭാഷ്. സതീഷ്. വിജയരാഘവൻ. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ വിജയരാഘവൻ. ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. 3 നേരം കൊന്തെത്തിച്ച് പള്ളിമേടന് കാളേച്ചനാണെങ്കിലേ നിരക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും. നടേശ കൊല്ലണ്ട. താങ്ക് യു സതീഷ്. അരുൺ. അടുത്തത് ഒരു തമിഴ് നടിയാണ്. ആരാണ്? കോവൈ സർല. തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി. മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി. പ്രിയമുള്ള കലാപ്രമിളെ, എന്താ കൈയടിക്കാണ്ടിരിക്കണേ? അടിപൊളിയായിട്ടൊന്ന് കൈയടിച്ചേ. സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ്. ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ട് ഇളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു. സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ, വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ, പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം വാഴാക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന്
മിണിനാളായി തച്ചൻ കൊഞ്ചി പറയാറില്ലേ കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. മലയാള നാടകവേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു. എടാ ജോസ്, പാട്ടി തെണ്ടി കടവറ മോനെ, നിനക്ക് എത്ര നീണ്ട? 1 ലക്ഷമല്ല, 10 ലക്ഷം 10 ലക്ഷം പലിശയും അതിന്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാകും. എൻ്റെ അടുത്ത കള്ളി അടി സക്കെ. താങ്ക് യു സതീഷ്. അടുത്തട്ടെ അരുൺ. മുകേഷ് മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ്. നില്ല് ചെല്ല്. എന്തോന്ന് അളിയ മായൻകുട്ടി ആനപ്പാറയില മറ്റേ അവളില്ലേ മാലു, അവളുമായിട്ട് ലൈനായി തോന്നുന്നത്. അളിന് ദൂരെ പോയില്ലേ? ചെന്നാട്ടെ. അടുത്ത തമിഴിൽ നിന്ന് പ്രഭു. തമിഴ് സിനിമയുടെ മറ്റൊരു താരം ശ്രീ പ്രഭു. பிரியமுள்ளோரே நமஸ்காரம். நான் உங்கள் பிரபு பேசுகிறேன். என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்கணும். அந்த ஆசை காலாபாணி படம் மூலமாக நிறைவேறிடுச்சு. இதுக்கு டைரக்டர் பிரியதர்ஷன், அன்பு சகோதரன் மோகன்லால், திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இந்த படத்துக்கு இசை ஞானி இளையராஜா, எம்ஜி ശ്രീകുമാരൻ, ചിത്ര ഇവர்கள் പാടിയ പാട്ട് ഒന്ന് കേൾപ്പോമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടിക്കണം, മുന്നാടി വന്ന് അടിക്കണം, അത് നമ്മളേക്ക് അഴക് വർദ്ധമാ. പ്രകാശ് രാജ് തമിഴ് സിനിമയുടെ മലയാളത്തിലെ ഏറെ തിളങ്ങിയ ശ്രീ പ്രകാശ് രാജ്. ஹாய் சல்லா, ஐ லவ் யூ. அழமாட்டமா, அழுதா துக்கம் வெளியில் போயிடும். துக்கம் வெளியில் போச்சுன்னா கோபம் கலைஞ்சு போயிடும். என் கோபம் கலையக்கூடாது, உள்ளுக்குள்ள தீட்டி வச்சிருக்கேன். அவனை பிடிச்சி என் கையில் வச்சு மாவான சல்லா, ஐ ലവ് യു. താങ്ക് യു. അടുത്തത് അരുൺ. പൃഥ്വിരാജ് മലയാള സിനിമയുടെ യുവതാരം ശ്രീ പൃഥ്വിരാജ്. ഇതേതോ അമ്പിളിയുടെ കൊട്ടേഷൻ അബ്ബായി. ഇനി ഇതിൻ്റെ പേരിൽ നീയോ നിന്റെ ഗ്യാങ്ങിൽ ആരെങ്കിലോ അവിടെ തപ്പണ ചാമ്പണ ചെന്ന ഗ്യാങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണമെങ്കിൽ ഗ്യാങ്ങളെ കാണേണ്ട പോലെ കാണണം. അതാണ് ശരി, അതേ ശരിയാവൂ. കൊട്ടേഷൻ ഓക്കെ ബൈ. താങ്ക് യു അരുൺ. സതീഷ്. വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു. കടലാക്കടിയൊപ്പ്, ആകളിയൊപ്പ, കൊളപ്പടിക്കൊപ്പ്, ആകളു പിടിക്കൊപ്പ, അപ്പ് മാപ്പിള വെച്ചിട്ടേണ്ട അപ്പ് വേടാ, അഴുതുടുക ரொம்ப വലിക്കത്. താങ്ക് യു സതീഷ്. സുഭാഷ്. അടുത്തതായിട്ട് 2 താരങ്ങളാണ്. ആരൊക്കെയാണ്? കൗണ്ടമണിയും സെന്തിലും. തമിഴ് സിനിമയുടെ മറ്റു ഹാസ്യ താരങ്ങളായ കൗണ്ടമണിയും സെന്തിലും. ஓஹோ ஆபீசர், இது யார் உங்க சன்னுங்களா? பேர் என்ன சொன்னீங்க? என்னது அரவிந்த் சாமியா? அடுப்புல வந்து சாமின்னு வைக்க, அதுதான் கரெக்டான பேர். ஐயோ, குட் மார்னிங் ஆபீசர். அண்ணி என்னென்ன சொல்றீங்க? முத்தலகு பாட ஆரம்பிக்க நாங்கள் நிறுத்திட்டு போனதில்லை. முன்னெல்லாம் தான பத்திரம் வாக்கே முத்தலகு ஆரம்பி அண்ணன் வரட்டுமாண்டே. താങ്ക് യു സുഭാഷ്. താങ്ക് യു. അടുത്തായിട്ട് സതീഷ്. വിവേക് തമിഴ് സിനിമയുടെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് ശ്രീ വിവേക്. டேய் லேடிஸுங்களா ஜென்ஸுங்களா, இங்கப்பா கருப்பா கருப்பு என்ன வார்த்தையை கேட்டால் தமிழ்நாடு கூந்தலிக்கும். ராம கருப்பு, எட்மன் கருப்பு, அம்பகும்பி அம்பகம்பி. என்னடா அம்பி, நம்பவே முடியலடா. என்ன சார், காக்க பிரியாணியா? காக்கவா. താങ്ക് യു. അടുത്തായിട്ട് വിജയ്. തമിഴ് സിനിമയുടെ ചിന്ന ദളപതി ശ്രീ വിജയ്. லவ் என்றது காலேஜ் லைப்ரரி படிக்கணும் புக்கு மாதிரி. இது யாருக்கு வேணும் படிக்கிறோம். இங்கே கல்யாணத்தை பற்றி இங்கே வீட்டருக்கு தெரியலடா. ஏன் கேட்குற? எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும், ஆனால் அடி சர்ற வெட்டி டு റിലാക്സ്ഡാ റിലാക്സ്. താങ്ക് യു. അടുത്ത അയ്യപ്പൻ ബൈജു. മലയാള മിമിക്രി വേദിയിൽ കുടിയനെ അവതരിപ്പിച്ചേറെ ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത് പുന്നപ്ര. വഴിയരികിലും പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടികിട്ടിയാലോടിക്കുള്ളി കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ
മൈ നെയിം ഈസ് പൈസു. എൻ്റെ പേര് പൈസു കേട്ടോ. ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. എനിക്ക് ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും, ഡെയിലി ഞാനടിക്കും. അയ്യോ അമ്മച്ചേ. താങ്ക് യു. ഇനി വേദിയിലെത്തുന്നു ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം സനത് ജയസൂര്യ. Cricket is the secret of my energy. And ke puche tamno na baat pare. Single single ke mandir te sol maile. Single single simba single single. Thank you very much.